നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിൽ തീരുമാനമായില്ല. ഘടകകക്ഷികളുമായി സീറ്റ് ചർച്ചകൾ പൂർത്തിയാക്കി പട്ടിക സമർപ്പിക്കാൻ കേന്ദ്ര പാർലമെന്ററി ബോർഡ് സംസ്ഥാന അധ്യക്ഷന് നിർദ്ദേശം നൽകി. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മത്സരിക്കും. MT രമേശും കുമ്മനം രാജശേഖരനും മത്സരിക്കുന്നതിൽ തീരുമാനമായില്ല. മുഖ്യ ഘടകകക്ഷിയായ BDJസുമായുള്ള ചർച്ചകൾ പൂർത്തിയാക്കാതെയാണ് BJP പ്രതിനിധി സംഘം ഡൽഹിയിലെത്തിയത്. ക്ലാസ് മണ്ഡലങ്ങളിൽ പോലും ഘടകകക്ഷികൾ അവകാശവാദം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ അവരുമായുള്ള ചർച്ച പൂർത്തിയാക്കി വീണ്ടും പട്ടിക പരിശോധിക്കാമെന്ന് കേന്ദ്ര പാർലമെന്ററി ബോർഡ് നിർദ്ദേശിച്ചു. അടുത്ത ബുധനാഴ്ചയ്ക്ക് മുമ്പ് BDJസുമായി ചർച്ചകൾ പൂർത്തിയാക്കണം. കോഴിക്കോട് നോർത്ത്, ചെങ്ങന്നൂർ, ആറന്മുള തുടങ്ങിയ സീറ്റുകൾ ഒഴിച്ചിട്ടിരിക്കുകയാണ്. ചെങ്ങന്നൂരിൽ സന്ദീപ് വാചസ്പതിയെ നേരത്തെ പരിഗണിച്ചിരുന്നെങ്കിലും PS ശ്രീധരൻപിള്ളയുടെ പേരും പരിഗണനയിലുണ്ട്. ചെങ്ങന്നൂരിൽ മത്സരിക്കാൻ MT രമേശും തയ്യാറായേക്കും. കുമ്മനവും MT രമേശും ഇല്ലെങ്കിൽ ആറന്മുളയിലും കോഴിക്കോട് നോർത്തിലും പ്രാദേശിക നേതാക്കളെ പരിഗണിക്കും. സംസ്ഥാന നേതൃത്വം കൈമാറിയ പട്ടികയിൽ മറ്റ് സീറ്റുകൾ കേന്ദ്രം അംഗീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്തും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കാഞ്ഞിരപ്പള്ളിയിലും കളത്തിലിറങ്ങും. മുൻ അധ്യക്ഷന്മാരിൽ V മുരളീധരൻ കഴക്കൂട്ടത്തും PK കൃഷ്ണദാസ് കാട്ടാക്കടയിലും K സുരേന്ദ്രൻ മഞ്ചേശ്വരത്തും മത്സരിക്കും. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കും. അനൂപ് ആന്റണി തിരുവല്ലയിലും. സംസ്ഥാന ഉപാധ്യക്ഷന്മാരിൽ P സുധീർ ആറ്റിങ്ങലിലും കൃഷ്ണകുമാർ മലമ്പുഴയിലും K അനീഷ് മണലൂരിലും സ്ഥാനാർത്ഥികളാവും. പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവന് മത്സരിക്കാൻ നെന്മാറ BDJs വിട്ടു നൽകാത്തത് പ്രതിസന്ധിയാണ്. ഷോൺ ജോർജ് പാലായിലും PC ജോർജ് പൂഞ്ഞാറിലും സജീവമായി കഴിഞ്ഞു. ഒറ്റപ്പാലത്ത് മേജർ രവിയാണ് താരം. റിപ്പോർട്ടർ, കോഴിക്കോട്.